ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രോഷറ്റ് കളേഴ്സ് ബൈ ഡാലിയ. ഇന്ന് നമുക്കൊരു യാൻസിനെ കുറിച്ച് പരിചയപ്പെടാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഫസ്റ്റ് കാണിക്കുന്ന ഈ യാനാണ് നമ്മുടെ കാവ്യമാധവൻ്റെ ഫോട്ടോയുള്ള ഇത്. യാനല്ല, ഇത് വൂളാണ്. ഇതിന് പക്ഷേ നല്ല ഫറൊന്നുമില്ല. ഇതുകൊണ്ട് വർക്ക് ചെയ്താൽ നല്ല ഫിനിഷിംഗ് ഒക്കെയാണ് കിട്ടുന്നത്. ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയുള്ളൊരു യാനാണ് ഇത്. ഇത് വെച്ച് നമുക്ക് നമ്മുടെ ബേസിക് സ്റ്റിച്ചസൊക്കെ പഠിക്കാം. ഞാൻ ഈ റോസസൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് ഈ 12 റുപ്പീസ് എന്തോ ഉള്ള ആ യാണിൻ്റെ ഒരെണ്ണത്തിന് അതുപോലത്തെ യാൺസ് വെച്ചിട്ടാണ് ഞാൻ ഈ റോസസൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അത് 2 യാൺ ഒരുമിച്ച് വെച്ചാണ് ഞാൻ ചെയ്തിരുന്നത്. നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വാങ്ങിച്ച് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു യാണാണ് നമ്മളുടെ ആ 12 റുപ്പീസിൻ്റെ യാൺ. ഇത് വേറൊരു ബ്രാൻഡാണ്. ഇത് ഗംഗയുടെയാണ്, മാഗ്നസ് എന്ന് പറയുന്ന ഒരു യാണാണ്. ഇത് അക്രിലിക് യാണാണ്. പക്ഷേ ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റൊക്കെ നല്ല വലുതായിട്ട് തന്നെ കിട്ടും. ബട്ട് ഇതാണെങ്കിൽ ഒരു ഒരുപാട് ഇതിൻ്റെ നൂലുകൾ ഇങ്ങനെ പൊങ്ങിയിരിക്കും. പിന്നെ നമ്മളത് ലൈറ്റർ കൊണ്ടൊക്കെ ആ നൂലൊക്കെ ഇതാക്കണം. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡീഫോർമാലിറ്റി ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഈ ഞാൻ ഹാങ് ചെയ്തിട്ട്, അതായത് ബാക്ക് ചാമാണ്. ബാക്ക് ചാമൊക്കെ ഞാൻ ചെയ്തേക്കുന്നതാണ് ഈ 12 റുപ്പീസിന് ഈ യാൺ വെച്ചിട്ടാണ് ഞാൻ ഈ ഗ്രീൻ കളർ പോർഷൻസൊക്കെ ചെയ്തേക്കുന്നത്. ഞാൻ ക്രോഷ്യ പഠിച്ചതെല്ലാം ഈ യാൺസ് ഉപയോഗിച്ചാണ്. ഇപ്പോഴാണ് ഞാൻ ഒരുപാട് യാൺസൊക്കെ അല്ലാതെ വാങ്ങിക്കാനൊക്കെ തുടങ്ങി, ബ്രാൻഡഡൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ കാണിക്കാൻ പോകുന്ന യാണാണ് 4 പ്ലൈ അക്രിലിക്കാണ്. ഇത് ബിഗിനേഴ്സിന് ഏറ്റവും നല്ല യാണാണിത്. ഇത് വളരെ തിന്നാണ്. ഞാൻ ഇതുകൊണ്ട് എല്ലാ പ്രോജക്റ്റും കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തത് ഇത് രണ്ട് യാൺ ഒരുമിച്ചാക്കി ആണ് ഞാൻ ഓരോന്ന് ചെയ്തത്. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് കുറച്ച് സൈസ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിനാണെങ്കിൽ ഒട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ല യാണാണ് ഈ ഒരു യാൺ. അത് ഞാൻ വോൾ ക്രാഫ്റ്റ് സ്റ്റോർ എന്ന് പറയുന്നൊരു ഓൺലൈൻ ഷോപ്പ് നിന്നാണ് വാങ്ങിച്ചത്. ആ സൈഡിൽ ടാഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇതെല്ലാം അതുപോലത്തെയാണ്. ഇങ്ങനെ 2 യാൺ ഒരുമിച്ച് വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോജക്റ്റൊക്കെ പെട്ടെന്ന് ചെയ്ത് കഴിയാൻ തുടങ്ങും. അതുകൊണ്ട് പ്രോജക്റ്റിൻ്റെ സൈസും കൂടും. ഇത് 4 പ്ലൈ ആണെന്ന് പറയുന്നെങ്കിലും 4 പ്ലൈയുടെ തിക്നെസ് ഒന്നും ഈ യാണിനില്ല. ഒരു 2 പ്ലൈ യാണിൻ്റെ ഇതേ ഉള്ളൂ. 2 പ്ലൈയുടെ സൈസൊക്കെ ഇത് വരുന്നുള്ളൂ. പക്ഷേ ഇത് ഹാങ് ആയിട്ടാണ് കിട്ടുന്നത്. ഞാനിങ്ങനെ ബോളാക്കി എടുത്തതാണ്. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹോബി സ്റ്റോറിൻ്റെ, അതായത് മാജിക് നീഡിൽസിൻ്റെ യാണാണ്. പിന്നീട് തന്നെ അരാൻ സോളിഡ് എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. നല്ല യാണാണിത്. ഞാൻ കുറേ പഠിച്ചത് പിന്നെ ഇത് വെച്ചിട്ടാണ്. ഇതിന് പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണ്. ഈ റോസസ്, ഞാൻ ഇതുപോലെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അരാൻ സോളിഡ് വെച്ചിട്ടുള്ള. നല്ല ഫിനിഷിംഗാണ്, ഫറൊന്നുമില്ല. നല്ല പ്രോഡക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതലും യൂസ് ചെയ്യുന്നത് ഡിസയറിൻ്റെ അക്രിലിക് യാണാണ് കൂടുതൽ എൻ്റെ കയ്യിലുള്ളത്. ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു 95-98 റുപ്പീസൊക്കെയാണ് 100 ഗ്രാമിന് വരുന്നത്. ആമസോണിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഈ യാൺസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സിന് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ ഡിസയറിൻ്റെ ഈ അക്രിലിക് യാണ്. ഇത് തന്നെ ഡിസയറിൻ്റെ വേറൊരു ബ്രാൻഡാണ്, ഗംഗയുടെ ഒലീവിയ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഈ കാണിച്ചേക്കുന്നത്. രണ്ടും സെയിം ആണ് ടെക്സ്ചർ. പക്ഷേ ഈ ഒലീവിയ കുറച്ചുകൂടെ തിന്നാണ്, പക്ഷേ നല്ല യാണാണ്. ഞാൻ കൂടുതലും നമ്മുടെ ഹോം ഡെക്കർ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഡിസയറും ഒലീവിയയും വെച്ചിട്ടാണ്. ഈ കാണിച്ചിരിക്കുന്ന ജാസ്മിൻ്റെ ഒരു ഹെയർ അക്സസറിയാണ്. ഇത് ഞാൻ ചെയ്തത് ഈ മാഗ്നസിൻ്റെ ക്രീം കളർ യാണ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. പിന്നെ അതിൻ്റെ നമുക്ക് ടൈ ചെയ്യാനുള്ള ആ ഗ്രീൻ പോർഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സെയിം 12 റുപ്പിയുടെ വൂൾ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ യാൺസൊക്കെ പർച്ചേസ് ചെയ്യാൻ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ കാണും ഈ 12 രൂപയുടെ ആ യാൺസൊക്കെ. നിങ്ങൾക്ക് അതവിടെ പോയി വാങ്ങിക്കാം. ഈ കാണിച്ചേക്കുന്ന സൺഫ്ലവർ ബാഗ് ജാം ഞാൻ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ വോൾ ക്രാഫ്റ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ആ തിൻ യാൺ വെച്ചിട്ടാണ്. അത് 2 ലെയറായിട്ട് വെച്ച് ചെയ്തതാണ്. ഇത് മാഗ്നസിൻ്റെ യാൺ വെച്ച് ചെയ്തൊരു റൗണ്ട് മാറ്റാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഫിനിഷ് ആയിട്ടില്ല. പക്ഷേ നല്ല വലിയ പ്രോജക്റ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു യാൺ വെച്ച് ചെയ്യുമ്പോൾ. പക്ഷേ ഫറുണ്ടാവും, അത് മാത്രമാണ് അതിൻ്റെ ഒരു ഡീഫോർമാലിറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് യാൺസിനെ കുറിച്ച് പറഞ്ഞു തരാനൊക്കെ ഉണ്ട്. ഈ വീഡിയോ ലെങ്തി ആയിപ്പോവും. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.